വെൽക്കം ടു ഡേ 4 ഓഫ് ബിൽഡിംഗ് എ വിൻറ്റേജ് ഫോട്ടോ ബൂത്ത്. ഫോട്ടോ ബൂത്ത് സെറ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ തപ്പി ഇന്നലെ മൊത്തം ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടത് കിട്ടിയില്ല. ഇത് കിട്ടാണ്ട് ഫോട്ടോ ബൂത്തിന്റെ ജോയിൻസ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വി ഗോട്ട് ഓൺലി 2 ഓപ്ഷൻസ്. ഇത് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിരിക്കുന്ന എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തപ്പി കണ്ടുപിടിക്കുക. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, അതിന്റെ ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ കൺവീനിയൻസും കൂടി നോക്കണം. അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ആക്കാൻ പറ്റും. ഒരു ലാസ്റ്റ് ട്രൈ ആയിട്ട് ഇന്ത്യ മാർട്ടിലോട് നേരത്തെ വിളിച്ച ആൾക്കാരെ മൊത്തം വീണ്ടും വിളിച്ചു. നേരത്തെ വിളിച്ചപ്പോൾ എടുക്കാത്ത ഒരാൾ ഈ വട്ടം കോൾ എടുത്തു. ആള് പറഞ്ഞു ആളുടെ കയ്യിൽ ഐറ്റം ഉണ്ടെന്ന്, ഷോപ്പിലോട്ട് വന്നാൽ നോക്കി മേടിച്ചോണ്ട് പോകാം. ബട്ട് ആ ഷോപ്പ് ചെന്നൈയിലാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തലേ ദിവസം ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ച് അങ്ങനെ ഓർത്തത്. ഇത് മേടിക്കാൻ പറ്റുമെന്ന് ആള് വിളിച്ചു ചോദിപ്പോൾ ആൾ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ബട്ട് നമ്മുടെ ഭാഗ്യത്തിന് ഈ ഷോപ്പ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ പയ്യൻ ഷോപ്പിൽ വാട്സപ്പിലൂടെ ഐറ്റം വെരിഫൈ ആക്കിയ ശേഷം അത് മേടിച്ചു. ഇനി ആള് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ പോയി ഒന്ന് പിക്ക് ചെയ്യണം. കുറച്ച് നേരം ഫോട്ടോ പോകുന്ന 3D മോഡലിംഗിൽ വർക്ക് ചെയ്ത് രാത്രി 2 മണിയിലേക്ക് അലാറം വെച്ച് കിടന്നുറങ്ങാൻ നോക്കിയെങ്കിലും ഇതൊക്കെ ആലോചിച്ച് ഉറക്കം വന്നില്ല. അങ്ങനെ രാത്രി ബൈക്ക് എടുത്ത് റെയിൽവേ സ്റ്റേഷൻ പോയി പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ട്രെയിൻ എത്തിയിട്ടും ആളെ കാണാനില്ല. സീറ്റ് നമ്പർ അറിയുന്നതുകൊണ്ട് ഇതിന്റെ അടുത്തുള്ള വിൻഡോയിലൂടെ നോക്കിയപ്പോൾ പാവം ഉറങ്ങിപ്പോയി. ട്രെയിൻ എടുക്കാൻ ടൈം ആയതുകൊണ്ട് വിൻഡോന്റെ ഗ്യാപ്പിലൂടെ ഐറ്റം മേടിച്ച് ബൈ പറഞ്ഞു. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ ഇത്തിരി ലേറ്റ് ആയാലും നമുക്ക് വേണ്ട നമ്മുടെ കയ്യിൽ കിട്ടുമെന്നതിന്റെ നല്ലൊരു ഉദാഹരണമായിരുന്നു ഇന്ന് നടന്ന സംഭവം. ഫോട്ടോ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഫോളോവേഴ്സ് ആൻഡ് ഷെയർ ദ വീഡിയോ.